ഹലോ, ഹായ്, നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. 5 സെക്കൻഡ്സ് വ്യൂവിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇസ്ലാമിക ലോകവും അമേരിക്കയും വലിയ തന്ത്രങ്ങളും. ആദ്യം എന്താണ് ഇസ്ലാമിക് വേൾഡ് എന്നും അതിനുള്ള ഡിഫറെന്റ് എത്നിക് ഗ്രൂപ്പുകൾ ഏതാണെന്നും നമുക്ക് നോക്കാം. ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ആഫ്രിക്ക. ആഫ്രിക്കയിൽ അൾജീരിയയ്ക്കും ഈജിപ്തിനും താഴെ കിടക്കുന്ന മൗറിറ്റാനിയ തുടങ്ങി ചാഡ്, സുഡാൻ എന്നീ രാഷ്ട്രങ്ങൾ പെടുന്ന സബ് സഹാറൻ റീജിയനെയാണ് ആഫ്രിക്കൻ മുസ്ലിംസ് എന്ന് വിളിക്കുന്നത്. ഈ റീജിയനിൽ നിന്നുള്ള പ്രശസ്തമായ ഒരു തീവ്രവാദ സംഘടനയുടെ പേര് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും, ബോക്കോ ഹറാം എന്നുള്ളത്. അത്രയ്ക്ക് നാച്ചുറൽ റിസോഴ്സ് ഇല്ലാത്ത ഒരു റീജിയൻ ആയതുകൊണ്ടിട്ട് ഇതിനെ സബ് സഹാറൻ റീജിയൻ അത്രയ്ക്ക് മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലേക്ക് ഇങ്ങനെ വരാറില്ല. ഇവരുടെ എത്നിസിറ്റി ആഫ്രിക്കൻ എത്നിസിറ്റിയാണ്. രണ്ടാമത്തത് ഇന്ത്യൻ ഓഷ്യനിലും സൗത്ത് ചീന സീയിലും കിടക്കുന്ന മലേഷ്യ, ഇന്തോനേഷ്യ, ബ്രൂണൈ എന്ന് പറഞ്ഞിരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇൻഡോ ചീന എത്നിസിറ്റി വരുന്ന ഒരു രാഷ്ട്രം, സമുച്ചയം, ഒരു എത്നിസിറ്റിയാണത്. ഒരു കാലഘട്ടത്തിൽ ഇന്തോനേഷ്യയിൽ കുറച്ച് തീവ്രവാദങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ 97-ലെ പേയ്മെന്റ് ക്രൈസിസിന് ശേഷം, ഏഷ്യൻ ടൈഗേഴ്സ് വിയർത്തതിന് ശേഷം ഇന്തോനേഷ്യ അത് പയ്യെ ഒഴിവായി. മലേഷ്യയിൽ മഹാതിർ മുഹമ്മദ് പ്രസിഡന്റ് ആയ സമയത്ത് കുറച്ചൊക്കെ ചെറിയ ഫണ്ടമെന്റലിസ്റ്റ് തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം ഈ റീജിയൻ മൊത്തത്തിൽ സമാധാനത്തിലാണ്. ഇവരും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് വരുന്നില്ല. ഈ രണ്ട് സെക്റ്റുകളും അത്രയ്ക്ക് ഇൻവോൾവ് ആവുന്നില്ല അമേരിക്കയുടെ ഗ്രാൻഡ് സ്ട്രാറ്റജിയിൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സ്ട്രാറ്റജിയിൽ ഭാഗവത്താവുന്നില്ല. ഇനി പറയാൻ പോകുന്ന 4 സെക്റ്റുകളാണ് യഥാർത്ഥത്തിൽ ഈ അമേരിക്കയുടെ ഗ്രാൻഡ് സ്ട്രാറ്റജിയിലെ ഒരു പ്ലേയേഴ്സ് ആയിട്ട് വരുന്നത്. ഇതിൽ ഫസ്റ്റത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അറബിക് വേൾഡ് ആണ്. അറബിക് വേൾഡ് എന്ന് പറഞ്ഞാൽ അൾജീരിയ തുടങ്ങി ഈജിപ്റ്റ് ചേർന്ന്, സൊമാലിയ ചേർന്ന്, സൗദി അറേബ്യ, UAE, ഒമാൻ, സിറിയ, ഇറാഖ് വരെയുള്ള വലിയ രാഷ്ട്രത്തിന്റെ സമുച്ചയമാണ്. 10-22ഓളം രാഷ്ട്രങ്ങളുള്ള വലിയൊരു കൂട്ടായ്മയാണ് അറബിക് വേൾഡ് എന്ന് പറയുന്നത്. പ്രൈമറിലി മുസ്ലിംസ് ആണ്. രണ്ട് കൂട്ടർ ഷിയയും സുന്നിയുമുള്ള ആളുകളാണ്. പക്ഷെ ഇതിനെ എൻറ്റയർലി അറബിക് വേൾഡ് എന്നാണ് പറയുന്നത്. അമേരിക്കയുടെ ഗ്രാൻഡ് സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയ പില്ലർ നിൽക്കുന്നത് ഈ അറബിക് വേൾഡിലാണ്. നമുക്ക് തിരിച്ചു വരാം. മൂന്നാമത്തെ സെക്ട് എന്ന് പറയുന്നത് യൂറോപ്പിന്റെ പടിവാതിൽക്കൽ കിടക്കുന്ന രാഷ്ട്രമായ അമേരിക്കയുടെ സഖ്യരാഷ്ട്രവും നാറ്റോ മെമ്പറുമായ തുർക്കിയിൽ നിന്ന് തുടങ്ങി അതിന്റെ വംശങ്ങൾ സെൻട്രൽ ഏഷ്യയിൽ, റഷ്യയുടെ ബെല്ലിപ്പാട്ടിൽ പഴയ USSRൽ നിന്ന് പിരിഞ്ഞു പോയിരിക്കുന്ന രാഷ്ട്രങ്ങളായ തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ എന്ന രാഷ്ട്രങ്ങൾ ചേർന്നിരിക്കുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ വരുന്ന ഏരിയയാണ് തുർക്കിക് സെക്ട് എന്ന് പറയുന്നത്. കാരണം അവർ എത്തിനിക്കലി തുർക്കിക് ബ്ലഡ് ആണ് അവർക്കുള്ളത്. സോ ആ ഏരിയനെ നമുക്ക് തുർക്ക്മെനിസ്ഥാന്റെ അല്ലെങ്കിൽ തുർക്കിക് സെക്ട് എന്ന രീതിയിലായിട്ട് സംസാരിക്കാം. മൂന്നാമത്തെ പ്രധാനമർഹിക്കുന്ന ഒരു വിഭാഗമാണ് പഴയ പേർഷ്യൻ തിരിശേഷിപ്പിന്റെ ഇന്നത്തെ പിന്തുടർച്ചക്കാരായിരിക്കുന്ന ഇറാൻ. ഇറാൻ ശരിക്കും ഷിയ രാജ്യമാണ്. അതും ഒരു ശരിക്കും അറബ്സ് അല്ല, തുർക്കിക് സെക്റ്റും അല്ല. ഇറാൻ വേറൊരു ഇസ്ലാമിക് സെക്റ്റാണ്, അല്ലെങ്കിൽ ഒരു എത്നിസിറ്റിയാണ് അവർക്ക് വരുന്നത്. ഏറ്റവും അവസാനത്തെ ഏറ്റവും വളരെയധികം നമ്പേഴ്സ് ഉള്ള ഒരു സെക്റ്റാണ് ഹിന്ദ് സെക്ട് എന്ന് വിളിക്കുന്നത്. ഹിന്ദിൽ വിളിക്കുന്നത് ശരിക്കും പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, അതുപോലെ ഇന്ത്യൻ മുസ്ലിംസിനെ ഇസ്ലാമിക് വേൾഡിൽ ഹിന്ദ് മുസ്ലിംസ് എന്നാണ് വിളിക്കുന്നത്. അതിൽ ഇന്ത്യൻ മുസ്ലിംസ് ഒഴിച്ച് ബാക്കി എല്ലാ മുസ്ലിങ്ങളും അമേരിക്കയുടെ ഈ ഗ്രാൻഡ് സ്ട്രാറ്റജിയുടെ പാർട്ടായി ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പാർട്ടായിരിക്കുന്നവരാണ്. സോ ദാറ്റ് ഈസ് ഇതുപോലത്തെയുള്ള, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം: ആഫ്രിക്കൻ എത്നിസിറ്റി, അറബിക് എത്നിസിറ്റി, ഇറാനിയൻ എത്നിസിറ്റി, ഹിന്ദ് എത്നിസിറ്റി, ഇൻഡോ ചൈനീസ് എത്നിസിറ്റി ആൻഡ് തുർക്കിക് എത്നിസിറ്റി. ഇത്രയും എത്നിസിറ്റിയാണ് ഇസ്ലാമിക് വേൾഡിനുള്ളിൽ നിലനിൽക്കുന്നത്. ഇനി നമുക്ക് അമേരിക്കയുടെ ഗ്രാൻഡ് സ്ട്രാറ്റജിയെ കുറിച്ച് ചർച്ച ചെയ്യാം. എന്നിട്ട് ഓരോ എത്നിസിറ്റികളും, ഈ ഇസ്ലാമിക് വേൾഡിലുള്ള ഓരോ സെക്റ്റുകളും എങ്ങനെയാണ് അമേരിക്കയുടെ ഗ്രാൻഡ് സ്ട്രാറ്റജിയിൽ ഒരു കരുക്കളായി പ്ലേ ചെയ്യേണ്ടി വരുന്നതെന്ന് നമുക്ക് നോക്കാം. പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അമേരിക്കയുടെ ഗ്രാൻഡ് സ്ട്രാറ്റജി ഒരു കോൾഡ് വാർ സെൻട്രിക്, USSRുമായിട്ടൊരു കോൾഡ് വാർ സെൻട്രിക് ആയിട്ടുള്ള സ്ട്രാറ്റജി ആയിരുന്നു. അതിനുശേഷവും ഇന്ന് വരെയുള്ള അവരുടെ സ്ട്രാറ്റജിയിൽ മേജർ ആയിട്ടുള്ള കുറച്ച് ഡിസിഷൻസ് അവർക്കുണ്ട്. ഒന്ന്, റഷ്യയെ കണ്ടെയ്ൻ ചെയ്യുക. റഷ്യക്ക് യൂറോപ്പിലേക്കോ മെഡിറ്ററേനിയൻ സീയിലേക്കോ ഇന്ത്യൻ ഓഷ്യനിലേക്കോ ഒരു ആക്സസ് കൊടുക്കാതിരിക്കുക. എണ്ണിയാൽ ഒതുങ്ങാത്ത അത്രയും റിസോഴ്സസ് ഉള്ള വാസ്റ്റ് കൺട്രി ആയിരിക്കുന്ന റഷ്യയുടെ നാച്ചുറൽ റിസോഴ്സസ് എങ്ങും വിൽക്കാൻ സാധിക്കാതെ അവരൊരു റിയൽ പൊട്ടൻഷ്യൽ സൂപ്പർ പവർ ആയിരുന്ന അവരെ ജെനുവിൻ സൂപ്പർ പവർ ആക്കാതിരിക്കുക എന്നുള്ള ഒരു റീസണാണ് ഇതിൽ മുന്നിൽ ഉള്ളത് അവർക്ക്. രണ്ട്, ചൈന. മറ്റൊരു ഏഷ്യൻ ടൈഗറായി വരാൻ സാധ്യത ഉണ്ടായിരുന്ന ചൈനയെ അവരുടെ
കൺസംഷൻ, വെസ്റ്റിൻ്റെ കൺസംഷന് വേണ്ടിയിട്ടുള്ളൊരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് നിർത്തുക, അതുപോലെ തന്നെ ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് എക്കണോമിയാക്കി മാറ്റുക. അതുവഴി എന്തെങ്കിലും രീതിയിൽ ചൈന അവരുടെ കൈവിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കൺസംഷൻ കട്ട് ചെയ്ത് ചൈനീസ് എക്കണോമിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി. പക്ഷേ അത് മുസ്ലിം വേൾഡിൻ്റെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന മുസ്ലിം വേൾഡ് എങ്ങനെ അമേരിക്കയുടെ സ്ട്രാറ്റജിയിൽ വരുന്നു എന്ന കാര്യത്തിൽ വരുന്നില്ല. പക്ഷേ എന്നാലും സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രം. ഇതിൽ എങ്ങനെയാണ് മുസ്ലിംസ് വരുന്നതെന്ന് വെച്ചാൽ, ടിബറ്റിന് മുകളിൽ ചൈനയുടെ ഭാഗമാണ് സിൻജിയാങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം മെജോറിറ്റി ഉള്ള ഭാഗമാണ്. ഒരു ഭാഗത്ത് റഷ്യയിൽ നിന്ന് പിരിഞ്ഞു പോയ ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ പോലുള്ള രാഷ്ട്രങ്ങൾ കിടക്കുമ്പോൾ ഉഗൂർ മുസ്ലിങ്ങളാണ് ഈ സിൻജിയാങ്ങിൽ ഏറ്റവും കൂടുതലുള്ളത്. ഈ പറഞ്ഞ റീജിയനിൽ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രാറ്റജി വരെയാണ് ചൈനയെ അമേരിക്ക കണ്ടെയ്ൻ ചെയ്യാൻ ചെയ്യുന്നത്. മൂന്നാമത്തത് ഇന്ത്യയെ കൺട്രോൾ ചെയ്യുക. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പോലെയുള്ള അല്ലെങ്കിൽ ചൈനീസ് ഇഷ്യൂസ് തുറന്നുവിട്ട് ഇന്ത്യയെ കൺട്രോൾ ചെയ്യുക. ഏറ്റവും അവസാനമായിട്ടുള്ള മിഡിൽ ഈസ്റ്റിനെ കൺട്രോൾ ചെയ്യുക. എൻറ്റയർ മുസ്ലിം വേൾഡിൽ അമേരിക്കയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന ഈ മിഡിൽ ഈസ്റ്റ്, ഗൾഫ് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ മുസ്ലിം രാഷ്ട്രത്തിനെ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ അവിടെ ഒരു യൂണിറ്റിയും ഇല്ലാതാക്കുക. ഈ റീജിയണിൽ നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡറായിട്ട് അമേരിക്ക മാത്രമായിട്ട് വരിക. ഇത്രയും കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അമേരിക്കയുടെ ഗ്രാൻഡ് സ്ട്രാറ്റജി. ഇനി നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് എടുത്തു നോക്കാം. അവിടെ എങ്ങനെയെല്ലാം ഈ മുസ്ലിം കൺട്രീസ് അല്ലെങ്കിൽ ഈ എത്നിക് മുസ്ലിം ഡിവിഷൻസ് അമേരിക്കയുടെ ഗ്രാൻഡ് സ്ട്രാറ്റജി പ്ലേ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, റഷ്യയെ കണ്ടെയ്ൻ ചെയ്യാൻ. നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ റഷ്യയെ കണ്ടെയ്ൻ ചെയ്യാൻ അവരുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള യൂറോപ്യൻ യൂണിയനെ ഒരിക്കലും ആക്രമിക്കാൻ റഷ്യ മുതിരരുത്. അതുകൊണ്ട് തന്നെ അവരെ റഷ്യയ്ക്ക് യൂറോപ്പിലുള്ള ആക്സസ് തടഞ്ഞുകൊണ്ടാണ് അവർ ചെയ്തത്. അതിൽ മുസ്ലിം കൺട്രിയിൽപ്പെട്ടിരിക്കുന്ന ശരിക്ക് തുർക്കിയുടെ റോളാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. തുർക്കിയുടെ റോൾ എന്ന് പറയുന്നത് റഷ്യയുടെ ചുവട്ടിൽ കിടക്കുന്ന ബ്ലാക്ക് സീ, അത് മെഡിറ്ററേനിയൻ സീയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തുർക്കിയുടെ മുനമ്പത്ത് കൂടി, തുർക്കിയുടെ വായിൽ കൂടി വേണം അത് പോകാൻ, മൂക്കിൻ്റെ താഴ്ത്തൂടി വേണം അത് പോകാനായിട്ട്. ഈ ചോക്ക് പോയിന്റ് യഥാർത്ഥത്തിൽ കൺട്രോൾ ചെയ്യുന്നത് തുർക്കിയാണ്. ഇത് ഫ്രീ ആയിട്ടുള്ള റഷ്യയുടെ മൂവ്മെൻറ്റിനെ കർട്ടെയിൽ ചെയ്യുന്നു. അതുവഴി അവർക്ക് മെഡിറ്ററേനിയനിലേക്ക് റിസോഴ്സസ് കൊണ്ടുവരാനുള്ള ഒരു പോസിബിലിറ്റി വളരെയധികം ചുരുങ്ങിയാണ് പോകുന്നത്. ഇത് രണ്ട്, ഈ തുർക്കി തുടങ്ങി നേരത്തെ നമ്മൾ സംസാരിച്ച തുർക്കിക് സെക്ട്, ഈ കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്ന് പറഞ്ഞിരിക്കുന്ന രാഷ്ട്രങ്ങൾ ഉൾപ്പെടുന്ന തുർക്കിക് സെക്ട് പഴയ USSRൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഭാഗങ്ങൾ ഒരു ബഫർ സ്റ്റേറ്റ് ആയിട്ട് നിർത്തുക. പരമാവധി ഈ രാഷ്ട്രങ്ങളെല്ലാം വെസ്റ്റേൺ കൺട്രിയുടെ അലൈസാക്കി മാറ്റുക. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഈ തുർക്കി എന്ന് പറയുന്നത് യൂറോപ്പിലേക്കുള്ള ഏഷ്യയുടെ ഒരു കവാടമാണ്, അല്ലെങ്കിൽ ഏഷ്യയുടെ അവസാനത്തെ രാഷ്ട്രമാണ് യഥാർത്ഥത്തിൽ തുർക്കി. ഒരു കാലഘട്ടത്തിലും പ്രകടമായി ഹോം ഗ്രോൺ തീവ്രവാദം ഇല്ലാത്തൊരു രാഷ്ട്രമാണ് തുർക്കി. കാരണം ഈ യൂറോപ്യൻ യൂണിയനിൽ അവർക്ക് അംഗത്വം കൊടുത്തുകൊണ്ടും നാറ്റോയിൽ അവർക്ക് അംഗത്വം കൊടുത്തുകൊണ്ടും തുർക്കിയെ സ്വന്തം സോളിഡ് അലൈ ആയിട്ട് നിർത്തി ഈ മെഡിറ്ററേനിയനിൽ സ്വന്തം മിലിറ്ററി പോസ്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക മോസ്കോയിനെ അല്ലെങ്കിൽ റഷ്യയെ തടയാൻ ശ്രമിക്കുന്നത്. സോ തുർക്കി ഒരിക്കലും തീവ്രവാദം സ്വന്തം മണ്ണിൽ നിന്ന് ഹോം ഗ്രോൺ തീവ്രവാദം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ തുർക്കിക് സെക്റ്റുകളായിട്ടുള്ള കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാഷ്ട്രങ്ങളിലും തീവ്രവാദമില്ല. പക്ഷേ അവർ വെസ്റ്റേൺ വസാൽ സ്റ്റേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഒരു ഫസ്റ്റ് ബഫർ സ്റ്റേറ്റ് കോളനി US-ന് ഉണ്ടാക്കാൻ സാധിച്ചു. ഇത് ഉണ്ടായത് 90കളിൽ ഗോർബച്ചേവിൻ്റെ ഭരണത്തിന് ശേഷം USSR ഛിന്ന ഭിന്നമായി പോയതിനു ശേഷമാണ് ഈ സ്ട്രാറ്റജി ഗ്രാൻഡ് സ്ട്രാറ്റജി ആയിട്ട് വന്നത്. പക്ഷേ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം തന്നെ ആദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അന്നേയുള്ളൊരു സ്ട്രാറ്റജി ആയിരുന്നു ഒരു ബഫർ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിന് കൊണ്ടിട്ടാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ റീജിയനുകളിൽ ഒരു മുസ്ലിം ഭരണാധികാരികളെ കൊണ്ടുവരികയും അവിടെ ഒരു ബഫർ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തത്. അതിൻ്റെ ഗ്രാൻഡ് സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചിരുന്നുണ്ടെങ്കിൽ USSRന് അല്ലെങ്കിൽ അന്നത്തെ USSRന് ഇന്നത്തെ റഷ്യക്ക് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലേക്ക് ഒരു എൻട്രി കൊടുക്കാൻ ഇരിക്കുക. അവരുടെ റിസോഴ്സസ് നിയർലി ഇതിലേക്ക് ഈ ഇന്ത്യൻ ഓഷ്യനിലേക്ക് ഒരു റീച്ച് കിട്ടിയാൽ അവർക്ക് ട്രേഡ് ചെയ്ത് ഒരു വലിയ സൂപ്പർ പവർ ആയിട്ട് സാധിക്കും, അത് തടയുക എന്ന് പറഞ്ഞിട്ടാണ്. അതിൻ്റെ ഒരു സ്ട്രാറ്റജി ഭാഗമായിട്ടാണ് ഏതാണ്ട് 85കളിൽ അഫ്ഗാനിസ്ഥാനിൽ ലെഫ്റ്റ് ഭരണകൂടത്തിനെ പിന്തള്ളിക്കൊണ്ട് കറിഞ്ഞുകൊണ്ട് മുസ്ലിം തീവ്രവാദ സംഘടനകളായ താലിബാൻ, ജിഹാദികൾ അവിടെ അധികാരം പിടിച്ചപ്പോൾ
റഷ്യക്ക് ലിറ്ററലി അവിടെ എൻട്രി ചെയ്യേണ്ടി വന്നതും അതിനുശേഷം അറേബ്യൻ എത്തിനിസിറ്റിയുള്ള മുസ്ലിം കൺട്രീസ്, എസ്പെഷ്യലി സൗദി അറേബ്യ, UAE പോലുള്ള രാഷ്ട്രങ്ങൾ അവരെ മോണിറ്ററലി സപ്പോർട്ട് ചെയ്യും. ഹിന്ദ് എത്തിനിസിറ്റിയുള്ള പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞിരിക്കുന്ന പഷ്തൂൺ വംശങ്ങളും പഞ്ചാബ് വംശത്തിൽ നിന്നുള്ള പോരാളികൾ അഫ്ഗാനിസ്ഥാനിൽ പോരാടി റഷ്യക്ക് പുറത്തു പോകേണ്ടി വന്നതും. അതുകൊണ്ട് ഇന്നത്തെ അമേരിക്കയുടെ സ്ട്രാറ്റജി പ്രകാരം 2 ബഫർ ലെയറുകളാണ് ഇന്ന് ഈ സെൻട്രൽ ഏഷ്യയിലും ഈ സൗത്ത് ഏഷ്യയിലും കിടക്കുന്നത്. ഒന്ന് ഫസ്റ്റ് എത്തിനിസിറ്റി മുസ്ലിംസിന്റെ വരുന്നത് തുർക്കിക് എത്തിനിസിറ്റിയുടെ ഒരു ലെയറും, രണ്ടാമത് ഹിന്ദ് സെക്റ്റുകളുടെ എത്തിനിസിറ്റിയുള്ള കൺട്രീസിന്റെ ഒരു ബഫർ ലെയറും കൂടെയാണ് കിടക്കുന്നത്. ഇതിന്റെ ഗ്രാൻഡ് സ്ട്രാറ്റജി അവർക്ക് ഇന്ത്യൻ ഓഷ്യനിലേക്കുള്ള ഒരു ലെയർ കൊടുക്കരുത്, ആക്സസ് കൊടുക്കരുതെന്ന് പറഞ്ഞു. മൂന്നാമത്തതും ഏറ്റവും ലാസ്റ്റത്തുമായിട്ടുള്ളത് റഷ്യക്ക് ബേ ഓഫ് ബംഗാളിലേക്ക് അതുപോലെ തന്നെ അതുവഴി ഇന്ത്യൻ ഓഷ്യനിലേക്ക് ഒരു റീച്ച് കൊടുക്കാതിരിക്കാനായിട്ട് ചൈനയെ അവരുടെ ഒരു പാർട്ട്ണറാക്കി നിർത്തുക. ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുമെങ്കിലും ഒരു കാലഘട്ടത്തിൽ ചൈന അമേരിക്കയുടെ വലിയൊരു പാർട്ട്ണറായിരുന്നു റഷ്യ. അന്നത്തെ USSRനെ കണ്ടെയ്ൻ ചെയ്യാൻ റഷ്യയും അന്നത്തെ USSRും ചൈനയും തമ്മിൽ ഉസൂറി റിവറിന്റെ തീരത്ത് വെച്ച് വലിയ ഭീകരമായ യുദ്ധങ്ങൾ വരെ നടന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ചൈന ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് വളർന്നു വരുന്നത്. സോ ചൈനയെ കണ്ടെയ്ൻ ചെയ്യുക, അതുപോലെ തന്നെ ബംഗ്ലാദേശ്, ഹിന്ദു മുസ്ലിങ്ങളിൽ ബംഗ്ലാദേശിനെയും കൂടെ നിർത്തിക്കൊണ്ട് ഒരു രീതിയിലുള്ള ആക്സസ് റഷ്യക്ക് ബേ ഓഫ് ബംഗാളിലേക്കും കൊടുക്കാതിരിക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് എക്സലന്റ് ആയിട്ട് അവർ നടത്തിയത്. ഈ സ്ട്രാറ്റജി ഇന്നേ ദിവസം വരെ ഒരു മനുഷ്യനും അത് പൊളിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എത്ര യുദ്ധങ്ങൾ നടന്നാലും ഈ സ്ട്രാറ്റജി ഇന്നും ഇൻടാക്റ്റ് ആണ്. ദിസ് ഈസ് ടു കണ്ടെയ്ൻ റഷ്യ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റഷ്യയിൽ നമുക്ക് ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. ഇത് അവർക്ക് ആക്ച്വലി വിൽക്കാനായിട്ട് സാധിച്ചാൽ ഈ റഷ്യ ഒരു വൻ ശക്തിയായിട്ട് മാറും. ഇപ്പോൾ അവർ ചെയ്യുന്നത് ജപ്പാന്റെ തീരത്ത് കിടക്കുന്ന ഒരു പോർട്ട് വഴിയൊക്കെയാണ് അവർ ലോകരാഷ്ട്രങ്ങൾക്ക് വിൽക്കുന്നത്. ഈ ഏരിയയിൽ മുഴുവൻ USA വാസാൽ സ്റ്റേറ്റുകളായ ജപ്പാൻ, സൗത്ത് കൊറിയ, ഫിലിപ്പീൻസ് രാഷ്ട്രങ്ങളാണ് മുഴുവൻ കിടക്കുന്നത്. അതുകൊണ്ടിട്ട് അവരുടെ ഈച്ച് ആൻഡ് എവരി കപ്പലുകളുടെ വരവും പോക്കും USA കൺമുമ്പിൽ കൂടിയാണ് നടക്കുന്നത്, അവരുടെ നോട്ടീസിൽ കൂടിയാണ്. കാരണം റഷ്യക്ക് ഒരു വലിയ ജിയോഗ്രഫിക്കൽ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ റഷ്യയുടെ നോർത്തേൺ ഏരിയ മുഴുവൻ തണുത്തുറഞ്ഞ സ്ഥലങ്ങളാണ്. അവിടുത്തെ പോർട്ടിലൂടെ ഇതുപോലുള്ളൊരു ഈ യാത്ര വളരെയധികം ബുദ്ധിമുട്ടുള്ളതും ചെലവ് കൂടിയതുമാണ്. അപ്പോൾ അവർക്ക് ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന മെഡിറ്ററേനിയൻ സീ, ബ്ലാക്ക് സീൽ വഴി നേരെ മെഡിറ്ററേനിയനിലേക്ക് വരിക, അല്ലെങ്കിൽ കരമാർഗം അവരുടെ USSRന്റെ പഴയ ഭാഗങ്ങൾ വഴി നേരെ ഇറാനോ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യൻ ഓഷ്യനിൽ എത്തുക എന്നുള്ളതൊക്കെ ആയിരുന്നു. ആ സ്ട്രാറ്റജിയിൽ 2 ബഫർ ലെയറുകൾ ക്രിയേറ്റ് ചെയ്ത് റഷ്യയെ കണ്ടെയ്ൻ ചെയ്തു എന്നുള്ളതാണ് അമേരിക്കയുടെ ഫസ്റ്റ് സ്ട്രാറ്റജി ടു കണ്ടെയ്ൻ റഷ്യ. 2, USSRനെ കണ്ടെയ്ൻ ചെയ്യാനും തകർക്കാനും ഒരുപക്ഷെ അമേരിക്കയുടെ കൂടെ നിന്ന് ചൈനയെ അവരുടെ മാനുഫാക്ചറിങ് ഹബ്ബായിട്ടാണ് മാറ്റിയത്. പക്ഷേ അതിലൊരു വലിയ പ്രോബ്ലം എന്തായിരുന്നു എന്ന് വെച്ചാൽ ചൈനീസ് എക്കണോമി എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ട് മാറി. കൺസംഷൻ എന്ന് പറയുന്നത് ഇന്നും 60% വെസ്റ്റേൺ കൺട്രി US-ഉം യൂറോപ്യൻ യൂണിയനുമാണ് കൺട്രോൾ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചൈന അവരുടെ അധീനതയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കൺസംഷൻ കർട്ടൈൽ ചെയ്ത് ചൈനയെ കൺട്രോൾ ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി ആയിരുന്നു അവർ കണ്ടത്. നമ്മളത് മനസ്സിലാക്കണം. സാന്ദർഭികവശാൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ടോപ്പിക്കിൽ ഇന്നത് ബാധകമല്ല. കാരണം നമ്മൾക്ക് കൊറോണ എന്ന കാര്യത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവണം. കുറച്ച് നാൾ മുമ്പ് വന്നുപോയൊരു രോഗമാണ്. ലോകം മുഴുവനും ക്വാറന്റൈൻ പോലത്തെയുള്ള വലിയ ഭീകരമായ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്താണ്. ഈ കൊറോണ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ അന്ന് തുടങ്ങി ചൈനീസ് എക്കണോമി താഴത്തേക്കാണ്. പക്ഷേ US എക്കണോമി ഇന്നും മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം കൺസംഷൻ ഇന്ന് വെസ്റ്റേൺ വേൾഡുകളിൽ നടക്കുന്നില്ല. ഫാക്ടറികളും മാനുഫാക്ചറിങ് അസംബ്ലി ലൈൻസും ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന മുഴുവൻ ലോസിലേക്കാണ് ഇന്ന് പോകുന്നത്. ഇത് വന്നത് വുഹാനിൽ നിന്നുള്ള USA ഫണ്ട് ചെയ്യുന്ന ലാബിൽ നിന്നാണ് ഈ പറഞ്ഞ കൊറോണ വൈറസ് വന്നിരിക്കുന്നത്. നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു ഗ്രാൻഡ് ജിയോ സ്ട്രാറ്റജിക് ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നടന്നിരിക്കുന്നതാണ്. 2, ഇതിൽ നമ്മുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇസ്ലാമിക് കൺട്രീസ് ഇവരുടെ കണ്ടെയ്ൻ ചൈന പോളിസിയുടെ ഭാഗമാവുന്നത്. ചൈനയ്ക്ക് ഒരു ഇസ്ലാമിക് ഇഷ്യൂസ് ഉള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ടിബറ്റിന് മുകളിലായിട്ട് സിൻജിയാങ് എന്ന് പറഞ്ഞൊരു റീജിയൻ ഉണ്ട്. അവിടെ 90% ഉയ്ഗൂർ മുസ്ലിംസ് ആണ് ഉള്ളത്. നേരത്തെ നമ്മൾ സംസാരിച്ച തുർക്കിക് സെക്റ്റിന്റെ ഒരു റിലേറ്റീവ്സ് തന്നെയാണ് ഈ ഉയ്ഗൂർ മുസ്ലിംസ്. ഈ ഉയ്ഗൂർ മുസ്ലിംസിനെ ഒട്ടും സ്വാതന്ത്ര്യം കൊടുക്കാതെ, ഡെമോക്രസി ഇല്ലാത്തത് കൊണ്ടിട്ട് സ്വാതന്ത്ര്യം കൊടുക്കാതെ അവരുടെ റിലീജിയസ് പ്രാക്ടീസസിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കാരണം ചൈന ആയതുകൊണ്ട് റെസ്ട്രിക്ഷൻസ് വെച്ച് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ
ഈ ഉയ്ഗൂർ മുസ്ലിംസിന്റെ ചില ഡിസിഡൻസ് സിറിയ, ഇറാഖ് പോലുള്ള സ്ഥലങ്ങളിൽ ഫൈറ്റ് ചെയ്ത് 5000-ഓളം ഫൈറ്റേഴ്സ് ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ കൂടെയും കിർഗിസ്ഥാൻ പോലുള്ള പല രാഷ്ട്രങ്ങളിലും ഇന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ചൈന അവർക്ക് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഈ 5000-ഓളം ഉയ്ഗൂർ പടയാളികൾ, ഉയ്ഗൂർ പോരാളികൾ ഈ സിൻജിയാങ്ങിലേക്ക് വരാനും ചൈനയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സോ ചൈന കണ്ടെയ്ൻ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് കൂടി തുർക്കിയും അഫ്ഗാനിസ്ഥാനും പഴയ USSRന്റെ വിട്ടുപോയ രാഷ്ട്രങ്ങളും കൂടി ചേർന്ന് ഈ ഒരു സ്ട്രാറ്റജിയും കൂടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ചൈന കൈവിട്ടു പോവുകയാണെങ്കിൽ അന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ സിൻജിയാങ് കത്തുന്നത്. കാരണം ഇന്നേ അവർ അതിനുള്ള പടയാളികളെയും പോരാളികളെയും തയ്യാറാക്കി വെച്ചു കഴിഞ്ഞു. 3, നമ്മളുടെ രാഷ്ട്രമായ ദ ഗ്രേറ്റ് ഇന്ത്യ 1947 മുമ്പ് വിശാലമായൊരു രാഷ്ട്രമായിരുന്ന ഇന്ത്യയുടെ 3 കഷ്ണങ്ങളാക്കി മുറിച്ചുകൊണ്ടിട്ടാണ് ഈ ആംഗ്ലോ സക്സൺ പാപികൾ നമ്മുടെ രാഷ്ട്രത്തിനെ ഇതുപോലെ കൊലച്ചതി ചെയ്തത്. അതുവഴി അവർ നിർമ്മിച്ചത് റഷ്യയെ കണ്ടെയ്ൻ ചെയ്യുക എന്ന വഴി മാത്രമല്ല, ലോകത്ത് വലിയൊരു രാഷ്ട്രം ഇനി ഒന്നുകൂടി വരരുത് എന്ന് കരുതിയാണ് അവരുടെ മുസ്ലിം പ്രഡോമിനൻ്റ് ആയിട്ടുള്ള ഏരിയയെ വെട്ടിമുറിച്ച് മാറ്റിക്കൊണ്ട് ഇന്ത്യയെ കണ്ടെയ്ൻ ചെയ്തത്. അതിനുശേഷം 75 കൊല്ലമായിട്ട് പോലും മാറാൻ സാധിക്കാത്ത ഒരു വലിയ ശത്രുത പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുണ്ടാക്കി കാശ്മീരിൻ്റെ രൂപത്തിൽ ഇന്നും അത് ഒരിക്കലും പോയിട്ടില്ല. നമുക്ക് മനസ്സിലാക്കണം, അവരുടെ ഗ്രാൻഡ് സ്ട്രാറ്റജിയുടെ ചെറിയൊരു പാളിച്ച സംഭവിച്ചത് 1971 ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് നമ്മൾ ഈസ്റ്റേൺ പാകിസ്ഥാനായ ഇന്ന് വിളിക്കുന്ന ബംഗ്ലാദേശിനെ മോചിപ്പിച്ചുകൊണ്ടാണ്. അന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പൽ ബേ ഓഫ് ബംഗാളിലേക്ക് വന്ന് ഇന്ത്യയെ ത്രട്ടൺ ചെയ്ത് ആലോചിക്കണം. കാരണം അവരുടെ റഷ്യ കണ്ടെയ്ൻ സ്ട്രാറ്റജിയുടെ ഒരു ഭാഗമായിട്ട് പ്ലേ ചെയ്യുന്ന ഈസ്റ്റേൺ പാകിസ്ഥാൻ അവരിൽ നിന്ന് വിട്ടുപോയതിൻ്റെ ദേഷ്യമാണ് യഥാർത്ഥത്തിൽ അവർക്ക് ഉണ്ടായത്. പക്ഷേ അത് ഇന്ന് വേറെ പല ജിയോ പൊളിറ്റിക്കൽ റീസൺസ് കാരണം അത് അമേരിക്ക മറന്നിട്ടുണ്ടെങ്കിലും ഇത് ഇന്നും ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇന്ത്യയെ ഒരുപാട് രീതിയിൽ വളർന്നു പോകാനായിട്ട് ഒരിക്കലും അവർ അനുവദിക്കില്ല. 1, പാകിസ്ഥാൻ ഉപയോഗിച്ച്. 2, ദ ഗ്രേറ്റ് ചൈനയുമായിട്ട് ഇന്ത്യക്ക് ഒരു 2 സിവിലൈസേഷൻ പവറുകളായ ഇന്ത്യ ആൻഡ് ചൈനയായിട്ട് ഭീകരമായ യുദ്ധങ്ങളാണ് ഇനി നടക്കാൻ സാധ്യതയുള്ള രീതിയിൽ റിപ്പോർട്ടുകളാണ് വെസ്റ്റേൺ കൺട്രിയിൽ നിന്ന് വരുന്നത്. 1962 കമ്മ്യൂണിസ്റ്റ് ചൈന ഇന്ത്യ ആക്രമിക്കുകയും കേരളത്തിന് അത്രയും സ്ഥലമുള്ളൊരു സ്ഥലം നമ്മുടെ ഹിമാലയത്തിൽ പിടിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്തിരുന്നു. അന്ന് ചൈന ഒരു പക്ഷേ USA-ൻ്റെയോ വെസ്റ്റിൻ്റെയോ ഒരു വസാൽ സ്റ്റേറ്റ് ആയിരുന്നിരിക്കാം. പക്ഷെ ഇന്ന് ഇൻഡിപെൻഡൻ്റ് ഒരു പോളിസി നടത്തേണ്ട രാഷ്ട്രമാണ്. വെസ്റ്റിൻ്റെ ആഗ്രഹം ഇന്ത്യയും ചൈനയും കൂടി ഒരു വലിയ അടി ഉണ്ടാവുക എന്നുള്ളതാണ്. നടന്നില്ലെങ്കിൽ പാകിസ്ഥാനെ വെച്ച് ഇന്ത്യയെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണ് വെസ്റ്റിൻ്റെ ഒരു ഭാഗം. ഇതിൽ മുസ്ലിം രാഷ്ട്രങ്ങൾ വരുന്നത് ബംഗ്ലാദേശും പാകിസ്ഥാനുമാണ് ഇന്ത്യയെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയിൽ വരുന്നത്. ലാസ്റ്റ്, അഫ്ഗാനിസ്ഥാനിൽ USSRന്റെ ഭരണകൂടത്തെ തൂത്തുവാരി എറിയാനായിട്ട് ഐഡിയോളജികളായ വഹാബിസവും സലാഫിസവും മണിയും കൊടുത്ത് ഹിന്ദു മുസ്ലിങ്ങളായ അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും പോരാളികളെ പറഞ്ഞുവിട്ട മിഡിൽ ഈസ്റ്റിലെ പ്രഡോമിനൻ്റ് കൺട്രിയായ സൗദി അറേബ്യ, UAE പോലത്തെ രാഷ്ട്രങ്ങൾ അവർ എന്നും USA-യുടെ കൂടെ നിന്നിട്ട് പോലും അവരെയും കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഗ്രാൻഡ് സ്ട്രാറ്റജിയാണ് അമേരിക്ക വരച്ചു വച്ചിരിക്കുന്നത്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ആംഗ്ലോ സക്സൺ ബ്രദേഴ്സ് ജൂതന്മാർക്ക് കൊടുത്ത വാഗ്ദാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു ജൂതരാഷ്ട്രം മുന്നോട്ട് വരുന്നത്. അന്ന് തുടങ്ങിയ അശാന്തിയിലേക്കായി മാറിയ ജൂതരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റേൺ രാഷ്ട്രങ്ങൾ ഇത് അമേരിക്കയുടെ ഒരിക്കലും മുങ്ങിപ്പോകാത്ത ഒരു എയർക്രാഫ്റ്റ് കാരിയർ ആയിട്ടാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത്. ഇസ്രായേൽ ഭീതിയിൽ ഒരുപാട് മിഡിൽ ഈസ്റ്റേൺ രാഷ്ട്രങ്ങൾ ഇന്നും അമേരിക്കയുടെ അലയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ ഗ്രാൻഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് 1979 ഇറാനിലെ റവല്യൂഷൻ, ഇസ്ലാമിക് റവല്യൂഷൻ വഴി ഖുമൈനി അധികാരത്തിലെത്തുന്നതാണ്. സുന്നി ഷിയ ഡിവൈഡ് അല്ലെങ്കിൽ അറബിക് വേൾഡിലെ അറബിക് സെക്റ്റും പേർഷ്യൻ സെക്റ്റും തമ്മിലുള്ള അല്ലെങ്കിൽ സുന്നി ഷിയ സെക്റ്റുകൾ തമ്മിലുള്ള ഒരു ഡിവിഷൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലൊരു വലിയ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഭീകരമായ വ്യത്യാസമാണുള്ളത്. ഇന്ന് ഇറാനിയൻ റവല്യൂഷന് ശേഷം സുന്നി ഷിയ വിഭാഗവും സൗദി അറേബ്യ UAE കൺട്രോൾ ചെയ്യുന്ന അറേബ്യൻ സെക്റ്റിലെ സുന്നി വിഭാഗവും തമ്മിലുള്ള യുദ്ധം അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള വടംവലി പ്രസിദ്ധമാണ്. ഇറാൻ്റെ ഉള്ളിൽ അണുബോംബുണ്ടെന്നും അത് ഞങ്ങൾക്കൊരു വലിയ ത്രട്ടാണെന്നും അവരെന്തെങ്കിലും ഇത് പരീക്ഷിച്ചാൽ ഞങ്ങൾക്കും ആവശ്യമുണ്ട് ഇത് എന്ന് വരെ പറഞ്ഞു നിർത്തുന്ന രീതിയിൽ വരെ മിഡിൽ ഈസ്റ്റിലെ സൗദി അറേബ്യ പോലത്തെയുള്ള മഹത്തായ രാഷ്ട്രങ്ങൾ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അത്
അമേരിക്കയുടെ ഗ്രാൻഡ് സ്ട്രാറ്റജിയാണ്. കാരണം 1979 ഇറാൻ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന് അധികാരം പിടിക്കാനായിട്ട് അന്ന് അവരുടെ കൂടെ നിന്നിരുന്ന ഷായെ അധികാരത്തിൽ നിന്ന് പുറത്തു പോയപ്പോൾ അന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ അലൈസായ ഇറാഖും ഫ്രാൻസിലും താമസിച്ചിരുന്ന ഖുമൈനിയാണ് ഫ്രാൻസിൽ നിന്ന് പറന്ന് ഇറാനിലെത്തി അധികാരം പിടിച്ചെടുക്കിയത്. അന്ന് തുടങ്ങി സുന്നി സ്റ്റേറ്റുകൾക്കെതിരെ ഖോഖോ വിളി തുടങ്ങിയതാണ്. ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൺട്രിയും ഇറാൻ എന്ന് പറഞ്ഞ മറ്റു രാഷ്ട്രങ്ങളും അതുപോലെ തന്നെ വൈഡർ അറേബ്യൻ പെനിൻസുലയുള്ള മറ്റു രാഷ്ട്രങ്ങളെയും പരസ്പരം തമ്മിൽ തല്ലിയാണ് അമേരിക്കയുടെ ഗ്രാൻഡ് സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത്. ഇത് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും, ഇത് എന്തിനാണ് ഇങ്ങനത്തെ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഇസ്ലാമിക് വേൾഡിൽ അമേരിക്ക ഇങ്ങനത്തെ ഒരു ഗ്രാൻഡ് സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുന്നതെന്ന്. കാരണം നമ്മൾ ഈ ഗൾഫ് ഓഫ് ഏദൻ വഴിയാണ് ലോകത്തിൻ്റെ ഏതാണ്ട് 70% ട്രേഡ് പോകുന്നത്. ഈ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യൻ ഇസ്ലാമിക് വേൾഡാണ് ലോകത്തിൻ്റെ എനർജിയുടെ 80% ഗ്യാസ്, പെട്രോൾ എന്ന് വേണ്ട എല്ലാ എനർജി സംവിധാനങ്ങളും റിക്വയർമെൻറ്റ്സും കൊടുക്കുന്നത് ഈ രാഷ്ട്രങ്ങളാണ്. എന്നെങ്കിലും ഈ രാഷ്ട്രങ്ങളിൽ ഒരു യൂണിറ്റി ഉണ്ടായാൽ, ഒരു യൂറോപ്യൻ യൂണിയൻ പോലത്തെ ഒരു യൂണിറ്റി ഉണ്ടായാൽ അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് വെസ്റ്റിന് സാധിക്കില്ല. കൺസംഷനിൽ മാത്രം നിലനിൽക്കുന്ന വെസ്റ്റേൺ കൺട്രി വെള്ളം കുടിക്കേണ്ടി വരും. അതുകൊണ്ടിട്ടാണ് ഇവരെ ഇറാനിയൻ ആംഗിളും ഇസ്രായേലി ആംഗിളും കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും അവർ തമ്മിൽ പരസ്പരം കലഹിക്കാനുള്ള രീതിയിലും ഇപ്പോൾ ഒരു പക്ഷേ സിറിയയും ഇറാഖും തമ്മിൽ, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ മുമ്പ് ഖത്തറും സൗദി അറേബ്യയും തമ്മിൽ, ഈ വക സ്ഥലങ്ങളിലെല്ലാം രണ്ട് സ്ഥലങ്ങളിലും അമേരിക്കൻ മിലിറ്ററി ബേസ് ഉണ്ടായിട്ടും ഇവർ തമ്മിൽ അടിയുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ കോർ ബേസ് എന്ന് പറയുന്നത് ഇവർ തമ്മിൽ യൂണിറ്റി ഇല്ലാണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി അവസാനത്തെ കാര്യം എന്ന് പറയുന്നത്, ലാസ്റ്റ് കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും അമേരിക്കയാണ് നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ. എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര മിലിറ്ററി ബേസസ് ഉള്ള US എന്ന് പറഞ്ഞാൽ അങ്ങ് ഇസ്രായേലിൽ തുടങ്ങി, തുർക്കിയിൽ തുടങ്ങി, ഇറാഖിൽ, ജോർദാനിൽ, കുവൈറ്റിൽ, ബഹ്റിനിൽ, ഖത്തർ, സൗദി അറേബ്യ, UAE, ഒമാൻ ആൻഡ് ഡിജിബൂട്ടി എന്ന് വേണ്ട എല്ലാ മിഡിൽ ഈസ്റ്റേൺ കൺട്രികളിലും എണ്ണിയാലൊടുങ്ങാത്തത്ര ലാർജ് മിലിറ്ററി ബേസാണ് US-നുള്ളത്. ഇതിൻ്റെ ഗ്രാൻഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ, ഞാനാണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ എന്നും നിങ്ങൾ ഒരിക്കലും ഒരു മിലിറ്ററി സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലെന്നും അവരെ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിപ്പിക്കാതെയും ഇവർ തമ്മിൽ പരസ്പരം കലഹിച്ചുമാണ് US ഗ്രാൻഡ് സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത്. എത്ര വിശാലമായതും എത്ര കൊല്ലത്തെ സ്ട്രാറ്റജിയുമായിരിക്കണം അത്. ഇതിനെ ഇന്നേ ദിവസം വരെ 10, 70, 80 കൊല്ലമായിട്ട് ഈ ഒരു സ്ട്രാറ്റജിയെ മറികടക്കാനായിട്ട്, എഫക്റ്റീവായിട്ട് കൗണ്ടർ ചെയ്യാനായിട്ട് ഭൂമിയിലെ ഒരു രാഷ്ട്രത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, ഈ ഒരു സ്ട്രാറ്റജി ഒരുപക്ഷെ ഭഗവാൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാത്രമേ ഈ സ്ട്രാറ്റജി കണ്ടെയ്ൻ ചെയ്യാനും ഒരുപക്ഷെ പൊളിച്ചെഴുതാനും സാധിക്കുകയുള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് 5 സെക്കൻഡ്സ് വ്യൂ നിർത്തുകയാണ്. ഇസ്ലാമിക് ലോകവും അമേരിക്കയും വലിയ തന്ത്രങ്ങൾ. താങ്ക് യു സോ മച്ച്.